ഇഞ്ചി, പച്ചമുളക്, കടുക്, വെളിച്ചെണ്ണ, ചായപ്പൊടി, പഞ്ചസാര, ജീരകം, അരി, ഉപ്പ്, നമ്മൾ പലവ്യഞ്ജനം, ചെറുപയർ, മഞ്ഞൾ, ചെറുപയർ, മത്തങ്ങ, പച്ചപ്പയർ, സർവ്വ എന്നുവെച്ചാൽ ഇതൊക്കെ വിഷമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ കഴിക്കാൻ പാടില്ല പോലും. പിന്നെ നമ്മൾ എന്ത് കഴിക്കണം? അരി കഴിക്കാൻ പാടില്ല, ഗോതമ്പ് കഴിക്കാൻ പാടില്ല, മുത്താറ് കഴിക്കാൻ പാടില്ല, ചാമ കഴിക്കാൻ പാടില്ല, വെളുത്തുള്ളി, കുരുമുളക്, ചെറിയുള്ളി, സബോള ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഏത്തപ്പഴം കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, പാല് കഴിക്കാൻ പാടില്ല, ചക്ക കഴിക്കാൻ പാടില്ല, മാങ്ങ കഴിക്കാൻ പാടില്ല, തേങ്ങ കഴിക്കാൻ പാടില്ല, കപ്പളങ്ങ കഴിക്കാൻ പാടില്ല, ചേന, ചേമ്പ്, കാച്ചിൽ ഇതൊന്നും കഴിക്കാൻ പാടില്ല. ഇതാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ആരോഗ്യ മേഖല മെഡിക്കൽ ഫീൽഡിൽ നിന്നും ഉത്തരവായിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കഴിക്കാനും ക്രമമായി നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാനും പറയുന്നവർ അത് മരുന്നായി ഈ മരുന്നുകൾ നമ്മൾ ക്രമീകരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ രോഗം ഉണ്ടാകത്തില്ല, ക്യാൻസർ ഉണ്ടാകത്തില്ല, ക്യാൻസർ മാറുമെന്ന് പറയുമ്പോൾ അത് തെറ്റായ നിഗമനമാണ് മെഡിക്കൽ ഫീൽഡിൽ കൊടുക്കുന്നതെന്ന് വൈദ്യശാസ്ത്രമാണ് അത് പറഞ്ഞതെന്നാണ് പറയുന്നത്. അരി കഴിക്കാൻ പാടില്ല, പിന്നെ ഗോതമ്പ് തൊട്ട് നമ്മളിറച്ചി, മീൻ ഇതൊന്നും കഴിക്കാൻ പാടില്ല, വായു ശ്വസിക്കാൻ പാടില്ല, ജലം കുടിക്കാൻ പാടില്ല, മണ്ണിലടിയിൽ നിന്നെടുക്കുന്ന ഒരു ആഹാരങ്ങളും കഴിക്കാൻ പാടില്ല. പിന്നെ എന്താണാവോ കഴിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട മെഡിക്കൽ സർവീസ് മെഡിക്കൽ ഫീൽഡിലുള്ളവരും മെഡിക്കൽ അലോപ്പതി ഞങ്ങൾക്കൊന്ന് ഉത്തരം തന്നാൽ ശരിയായിരുന്നു. ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന്. തുളസി ഉപയോഗിക്കാൻ പാടില്ല, പിന്നെ കുരുമുളക് ഉപയോഗിക്കാൻ പാടില്ല, ഇഞ്ചി ഉപയോഗിക്കാൻ പാടില്ല, കറ്റാർവാഴപ്പൂടെ ഉപയോഗിക്കാൻ പാടില്ല, പച്ചക്കറികളും ഇലക്കറികളും മുരിങ്ങ ഇങ്ങനെയുള്ള ഒരു സാധനവും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ പിന്നെ ക്യാൻസർ രോഗം വരാതിരിക്കാനും ക്യാൻസർ രോഗം വന്നവർക്ക് കഴിക്കാനും അത് ക്രമമായി കഴിച്ചാൽ രോഗം വരില്ല എന്നും വന്നവർക്ക് പോകുന്നതാണെന്ന് പറഞ്ഞു കൊടുത്ത മെസ്സേജ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് അത് തെറ്റായ രീതിയാണെന്ന്. അതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഇത് ആഹാരം നമ്മൾ നിത്യോപയോഗ സാധനത്തിൻ്റെ പേരാണ് കൊടുത്ത് ക്രമമായി കഴിക്കാനും അതിനകത്ത് മരുന്നല്ല, നമ്മൾ പാനീയം കഴിക്കുന്നതാണ് നന്നാറി എന്ന നറുനീണ്ടിയും കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെ തഴുതാമ നമ്മൾ പച്ചക്കറിയിൽ തോരൻ കറിയായി കൂട്ടുന്ന അതാണ് ഇലക്കറികൾ, മുരിങ്ങ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അലോപ്പതി മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പോലും. നിങ്ങളൊന്ന് പറഞ്ഞു തരണേ ജനമേ. നിങ്ങളെ കൊല്ലാനിറങ്ങിയിരിക്കുന്ന ഒരു ഭീകരവാദിയായിട്ടാണ് ഞാനിപ്പോൾ അവരെ കാണുന്നത്. കാരണം അത് പിന്നെ എൻ്റെ വീഡിയോയിൽ 16 ലക്ഷം പേര് കണ്ടവരാ. 16 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. 18,000 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്. 18 മേലെയുണ്ട്. 3000 ഷെയർ ചേർത്തിട്ടുണ്ട്, ഷെയർ വെച്ചിട്ടുണ്ട്. ആ ജനങ്ങൾ അല്ലാത്തതും ഈ 16 ലക്ഷം പേരും 16 ഒന്നും 18 ലക്ഷം 20 ലക്ഷത്തിൻ്റെ അടുത്ത് ജനങ്ങൾ കണ്ടു കഴിഞ്ഞ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇനി കൂടുതൽ കാണാനിരിക്കുന്നു. കണ്ടിട്ട് പറയൂ, ഇത് ആരെയാണ് ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ. കാരണം വെച്ചാൽ നമ്മൾ മറന്നു പോകുന്നതാണ്. നിങ്ങളുടെ പൂർവികന്മാരായ മാതാപിതാക്കളും നിങ്ങളുടെ കാരണന്മാരും വർഷങ്ങളാൽ അനുഭവിച്ച് നിത്യോപയോഗമായ നമ്മൾ ഇന്ന് നിത്യമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ചോറും കറികളും, അതിനകത്ത് എല്ലാ കറികളെന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ സാധനവും, ഉരുളക്കിഴങ്ങ് തൊട്ട് സബോള തൊട്ട് വഴുതനങ്ങ തൊട്ട് എല്ലാ പച്ചക്കറികളും. കാരണം ജലം പോലും നമ്മൾ വായുവിലെ ആയുർവേദം എന്ന് പറയുന്ന മരുന്നാണ്. അതൊക്കെ മരുന്നാണ്. ആഹാരത്തിലെ അരി എന്ന് പറയുന്നത് നെല്ലാണ്. ഗോതമ്പെന്ന് പറഞ്ഞാൽ അത് ഗോതമ്പ് നെല്ല് പോലെ അതും ഗോതമ്പാണ്, ഗോതമ്പ് കനിയാണ്. ആ ഗോതമ്പൊന്നും കഴിക്കരുത്, അല്ല മുത്താറി കഴിക്കരുത്, നന്നാറി കഴിക്കരുത്, പിന്നെ ചാമ കഴിക്കരുത്, ഇതൊന്നും പറയുന്ന
ഇപ്പോൾ തെറ്റായതാ പോലും തെറ്റായ ഉപദേശമാണെന്ന് പറയണം. നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങളുടെ പുറകെ വലിയൊരു, കാരണം നിങ്ങൾ തിരിച്ചറിയൂ, നിങ്ങൾ പുറകോട്ട് പോയ നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി. നമ്മളെല്ലാം ആഹാരം കഴിക്കുന്ന സമയം, ആ നേരം വെളുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, കപ്പ, ചേമ്പ്, ചേന, ഇതൊക്കെ കഴിക്കുന്ന ഒന്നോർത്ത് നമ്മൾ മീനെല്ലാം കൂട്ടി കാലാകാലങ്ങളിൽ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിത്യോപയോഗമായ നമ്മുടെ ജീവൻ പ്രാണം നിൽക്കുന്ന സാധനമൊന്നും കഴിക്കരുതെന്ന് ഇപ്പോൾ അവരുടെ ഉപദേശത്തിൽ മാത്രമേ കഴിക്കാവുള്ളൂ. അവരുടെ കമ്പനി സാധനങ്ങൾ മാത്രമേ കഴിക്കാവൂ. അവർ നിർമ്മിക്കുന്നത് മാത്രമേ കഴിക്കാവുള്ളൂ. അത് ആണ് ശരിയായത്. അവരുടെ മെഡിക്കൽ ഫീൽഡിലുള്ളതാണ്. ഇതൊന്നുമല്ല. ആയുർവേദം എന്ന് പറയുന്നത് ഞാനിപ്പം പറഞ്ഞ സാധനങ്ങൾ ആയുർവേദത്തിൽപ്പെട്ടതാണ്. ശ്വാസം പോലും, നമ്മൾ കാറ്റ് പോലും ആയുർവേദത്തിൽപ്പെട്ടതാണ്. ഇതല്ലാത്തതൊന്ന് ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവരൊന്ന് ഏജൻറ്റുമാരും ഇതിനകത്തുണ്ട് കമ്പനിക്കാരും ഇതിനകത്ത് ഡോക്ടർ എന്നുവെച്ചാൽ ആരോഗ്യ മേഖല എന്ന് വെച്ചാൽ കേരളത്തിലെ ആരോഗ്യ മേഖലക്കാരൊന്നും ഇതൊന്നും പറയില്ല. കാരണം അവർ ഭക്ഷണം കഴിക്കുന്നത് ഇതൊക്കെയല്ലേ. പക്ഷെ അല്ലാത്തവർ എന്നാന്ന് എനിക്കറിയത്തില്ല. വായുവിലല്ല ഇവരുടെ മെഡിക്കൽ കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്ത് സാധനം മണ്ണിനകത്തു നിന്ന് എടുത്താലും സസ്യങ്ങളിൽ നിന്ന് എടുത്താലും മരത്തിൽ നിന്ന് എടുത്താലും എന്തിനകത്തു നിന്ന് എടുത്താലും അത് ആയുർവേദമാണ്. അത് ആയുർവേദത്തിലുള്ളതാണ്. പക്ഷേ അത് തെറ്റായെന്ന് നിങ്ങൾക്ക് പറയാനുള്ള അധികാരമില്ല. ഒരധികാരമില്ല. നമ്മളെ ഭൂമിയിൽ നിന്ന് നമ്മുടെ ശ്വാസോച്ഛ്വാസം കഴിക്കുന്ന വായുവിൽ നിന്ന് എന്നോട് ഒരാൾക്കും ഇത് പറയാനുള്ള അധികാരമില്ല. നിയമത്തിന് എന്താ അധികാരം? നിയമമായ ലോകാരോഗ്യ സംഘടന എന്ന മെഡിക്കൽ ഫീൽഡിന് ഇതെങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ ഇത് പറയാൻ കഴിയും? അവർ മെഡിക്കൽ ഫീൽഡിലുള്ളവരല്ല. ആണോ എങ്കിൽ ഒന്ന് പറയണം. ഉള്ളവരാണെങ്കിൽ മെഡിക്കൽ ഡോക്ടർമാരും ഉള്ളവരാണ്. അലോപ്പതി ആയിക്കോട്ടെ എന്ത് കഴിക്കോട്ടെ, അവരെല്ലാം ജീവൻ നിലനിർത്തുന്നു പോകുന്നതും അവരുടെ ഉപജീവനവും മാർഗങ്ങളും ജലാശയങ്ങളും പ്രാണനും ആയുർവേദത്തിലാണ് നിൽക്കുന്നത്. അവരതിനകത്തുനിന്നുണ്ടാക്കുന്ന മെഡിസിൻ മാത്രമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അവരുടെ മെഡിസിൻ കാരണം ഇന്ന് രോഗികളായിത്തീരുന്ന വൃക്കരോഗികളും ക്യാൻസർ രോഗികളും ഹൃദയ രോഗികളും എല്ലാം ആയി തീർന്നിരിക്കുന്നത് അവർ തെറ്റായ നിയമത്തിലൂടെ ഉണ്ടാക്കിയ മരുന്നിലാണ് ഇന്നുണ്ടായത്. പണ്ട് തെറ്റായ നിയമങ്ങളില്ലായിരുന്നു മെഡിക്കൽ അലോപ്പതിയിൽ. അതുകൊണ്ട് ജനങ്ങൾ അന്ന് മരണമില്ലായിരുന്നു. ഇന്ന് മരണമേ ഉള്ളൂ. എന്നിട്ടും നിങ്ങൾ പറയണം എൻ്റെ ക്യാൻസർ രോഗത്തെക്കുറിച്ചും അതിൻ്റെ അത് നമ്മൾ ക്യാൻസർ രോഗം എങ്ങനെ തടയാം, വരാതിരിക്കാം, വന്നു കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു സിമ്പിൾ ഒറ്റമൂല്യം മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഒത്തിരിയൊന്നും തന്നിട്ടില്ല. ഇനി എത്രയോ കടക്കുന്നു തരാൻ. ക്യാൻസർ രോഗം മാറേണ്ട മരുന്ന് എൻ്റെ അടുത്തുണ്ട്. മനസ്സിലായോ? മസ്തിഷ്കത്തിലുള്ള ക്യാൻസർ തൊട്ട് മസ്തിഷ്ക രോഗം പൂർണ്ണമായി നാഡീഞരമ്പിന് ബലം നൽകുന്ന മരുന്ന് എൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ, നിങ്ങളുടെ ജീവനെ തന്നെ ആണ് അവർ വെച്ച് കളിക്കുന്നത്. ഇനി സൂക്ഷിച്ചു. ഇതൊരു ദൈവം കാണിച്ചു തന്നാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാൻ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെയത്തെ കറന്ന് വന്നതല്ല.